ഞാൻ ദിശയും കൂടി ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോകും. മറ്റേ ലിഷയ്ക്ക് 10K അടിച്ചില്ലേ, അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് നടന്നില്ല. ഇപ്പോഴാണ് ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പോകുന്നത്. അപ്പോൾ ആണെങ്കിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ വെയിൽ പോയി കഴിഞ്ഞാൽ, വെട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് എലിശ പറഞ്ഞു ഇപ്പം നമുക്ക് പോവാം. അപ്പം ഞാൻ തെരസയെ ഒരുങ്ങി, അവൾ റെഡി ആയിക്കൊണ്ടിരിക്കാം. പിന്നെ ഓക്കെ, അവിടെ എത്തുമ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നു. പിന്നെ എനിക്ക് മിനിസോയിലും കൂടി പോകണമെന്നുണ്ട്, എന്നീലൊക്കെ ചുമ്മാ. My dress. Wow. Nice and amazing and wow. Wow. എന്തെങ്കിലും കാണിക്കണോ ഓടി? എടി അന്നെ എനിക്കൊരു വാലിട്ട് തരുമോ കണ്ണിനകത്ത്? വേണ്ട വേണ്ട വേണ്ട. ദിശ പുതിയതായിട്ട് വാങ്ങിച്ച മൈക്കാണ്. കേൾക്കുന്നുണ്ടോ? കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് 20-ാം തീയതിയാണ്. അപ്പൊ എത്ര മണിയായി? 1 മണിയായി. 1:05, അതായത് രാത്രിയിൽ. ഞാനാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ തെരസയ്ക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി അവളെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി ഞാനും ഇരിശയും പോയ കുറച്ച് ഇതുണ്ട്. അതാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വേറെ ഒരു ദിവസത്തെ കേട്ടോ. അപ്പോൾ അത് 2-3 ദിവസമായി. 2-3 ദിവസത്തെ മുമ്പത്തെ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ അത്
ഇപ്പോൾ പിന്നെ ഞാൻ മുടി വെട്ടിയായിരുന്നു. മുടി വെട്ടിയത് ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ വർഷം കഴിയുമ്പോൾ എനിക്കിത് നോക്കാൻ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇപ്പം കാണിക്കുന്നത്. ഇവിടെ ഇലിശ നിൽപ്പുണ്ട് പുറകിൽ. അത് കഴിഞ്ഞു. ഞാൻ 2 ആഴ്ചത്തേക്ക് ബ്രേക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഫോണൊക്കെ ഉപയോഗിച്ചു, സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചു. പിന്നെ ആണെങ്കിൽ കഴിഞ്ഞ അവസാനത്തെ വീഡിയോയിൽ ഒരാളാണെങ്കിൽ ഇത് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അല്ല, അതിന് മുമ്പ് ഞാൻ വേറൊരു സൂത്രം പറയാം. മറ്റേ പീസ് ലില്ലിയുടെ ഇത് ചോദിച്ചു. അത് ചത്തിട്ടില്ല, പക്ഷേ ഞാൻ അത് കുറച്ച് വാടുന്ന പോലെ വന്നപ്പം ഞാൻ അതിനെ എടുത്ത് അതിൻ്റെ വലിയ ഇലയെല്ലാം എടുത്ത് കണ്ടിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ ഒരു ഇതില്ലേ മൺചട്ടിയിലേക്ക് മാറ്റി. കുറച്ച് ഈർപ്പമൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പം ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു. ഇപ്പം കുറച്ച് ചില പൂവൊക്കെ മഞ്ഞ കളറിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അത് വെക്കാൻ വേണ്ടിയുള്ള ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റ്. അപ്പം അതെനിക്ക് തോന്നുന്നു അത് പ്ലാസ്റ്റിക്കിൽ ഇരിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലതെന്ന്. എനിക്കറിയത്തില്ല, അതിനെ അങ്ങനെ കൊല്ലാൻ പറ്റുന്ന ചെടിയൊന്നും അല്ല, അങ്ങനെ ചത്തുപോകേണ്ടതല്ല. പക്ഷേ എനിക്കറിയത്തില്ല ഇവിടുത്തെ ഇതും ആയിട്ട് അതിന് ഒത്തുപോകാൻ പറ്റുന്നില്ലെന്ന്. അത് ഇനി അടുത്ത ഇതിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ കാണിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം ചോദിച്ചത് അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അടുത്ത ജന്മത്തിൽ എനിക്ക് അടുത്ത ജന്മത്തിൽ എനിക്ക് അതിനെ പെണ്ണായിട്ടാണോ ആണായിട്ടാണോ ജനിക്കേണ്ടതെന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അങ്ങനെയുള്ളതിൽ വിശ്വാസമില്ല. പക്ഷേ എനിക്കാണെങ്കിൽ അടുത്ത ജന്മത്തിൽ പെണ്ണായിട്ടും ജനിക്കണ്ട, ആണായിട്ടും ജനിക്കണ്ട, മനുഷ്യനായിട്ട് തന്നെ ജനിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കാണെങ്കിൽ വേറെ ഏലിയനായിട്ട് ജനിക്കാനാണ് ആഗ്രഹം. മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ഇപ്പം നമുക്കെല്ലാം അറിയാമല്ലോ ഏകദേശം. എന്നെയൊക്കെ കാണിക്കാൻ പോകുന്നത് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ. ചുമ്മാ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അടുത്ത ജന്മത്തിൽ ആരായിട്ട് ജനിക്കണമെന്നാണ് ആഗ്രഹം? ആണായിട്ട്, പെണ്ണായിട്ടും, മനുഷ്യനായിട്ടും, മൃഗമായിട്ട് ഈ ഭൂമിയിൽ തന്നെ ഇവിടെ തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഓക്കെ, പിന്നെ ഞാൻ പുതിയ ഹെയർ കട്ടിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയും. ഡാർക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഉള്ള പ്രത്യേകത തന്നെ ഇത് ഞാൻ ഇപ്പം നമ്മൾ ഫുള്ള് ഫേസിൽ എന്തൊക്കെയോ ചെയ്തിട്ടുള്ള പോലെ തോന്നും. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഗയ്സ്? പറയും. പിന്നെ വേറൊരു സുഖം, ഇവിടുത്തെ കളറും ഇത് വ്യത്യാസമുണ്ട്. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്.
ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടടങ്ങോർന്നിടിഞ്ഞു തോന്നുന്നു. അടിപതരാതെ ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അതിന് എന്താണാവ് എന്ത് പണ്ടാവില്ല. ഇതൊക്കെ ഞാൻ ഇതിനകത്ത് ഇടും, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. കാരണം ഇത് ഞാൻ പണ്ട് എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നൊന്നും അറിയത്തില്ല. എനിക്കാണെങ്കിൽ കുറച്ച് നാൾ ജീവിച്ചിരിക്കാനേ ആഗ്രഹമുള്ളൂ. കുറച്ച് നാളെന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുവാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ അസുഖങ്ങളൊന്നുമില്ലാതെ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റുന്ന പോലെ നോക്കാൻ പറ്റുന്ന അത്രയും നാൾ ജീവിച്ചിരുന്നാൽ മതി എന്നേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അതിപ്പോൾ കുറച്ച് നാളാണെങ്കിൽ ഒരു 10 വർഷം അത്രയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നിർബന്ധമൊന്നുമില്ല, ഇപ്പം മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഹായ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് വേണ്ടവരില്ല, ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് വാങ്ങിച്ചതൊന്നുമല്ല, തെരസയുടെ ഫ്രണ്ടിന് എന്തോ മറ്റേ റാംബോക്കിന് ഇത് കിട്ടിയപ്പോൾ അവൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അത് തെരസിക്ക് കൊടുത്ത വരാത്തതെന്തേ. ഓക്കെ, എൻ്റെ കഥാപ്രസംഗം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ 1:19 ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങളിതെന്നാ കാണാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ശരി എന്നാ ഗൈസ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാൻ വന്ന ഇതിനകത്തൂടെ സംസാരിക്കുമ്പോൾ എന്തോ വിയേർഡായിട്ട് എൻ്റെ ശബ്ദം ഇരിക്കുന്നു. ഓക്കെ, എന്നെങ്കിലും ഞാനിത് ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല.